കൂട്ടുകാരെ, എല്ലാവർക്കും വീണ്ടും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ അല്ലേ? ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഊണിന് വേണ്ടി തയ്യാറാക്കുന്ന വിഭവങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മളൊക്കെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന വെള്ള വഴുതനങ്ങയില്ലേ, അതൊന്ന് ഫ്രൈ ചെയ്യണം. പിന്നീട് നല്ലൊരു മുളക് തീയിൽ വെക്കണം. അത് പാവയ്ക്ക കൊണ്ടാണ് മുളക് തീയിൽ വെക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് വെള്ള വഴുതനങ്ങ വറക്കുന്നതൊന്ന് കണ്ടു നോക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിൻ്റെ കൂടെ എനിക്ക് പറയാനായിട്ട് എൻ്റെ മോൻ്റെ പനി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ചെറുതായിട്ടൊക്കെ ഒരു പനിയുണ്ട് കേട്ടോ. അതാണ് എൻ്റെ ഒച്ച ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ വഴുതനങ്ങയൊക്കെ നല്ലതായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് അതിന് ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞ് അത് രണ്ടായിട്ടൊന്ന് കീറി മീനൊക്കെ നമ്മൾ വരയത്തില്ലേ, അതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണേ. എന്നിട്ട് നമുക്കതിന് പുരട്ടാൻ വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി വേണേ. വെളുത്തുള്ളി ഞാൻ പൊളിച്ച് ഇവിടെ നല്ല വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണേ. അതിനകത്തേക്ക് കുറച്ച് കുരുമുളകും 1 സ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവേ. നമ്മൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തുള്ള ഇച്ചിരി പിഴുപുളിയും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. നല്ല രുചി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പിഴുപുളി ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പിഴുപുളി ഇല്ല എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വിനാഗിരി ആയാലും ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ അല്പം കൂടി മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം എടുത്തപ്പോൾ കുറച്ച് കുറഞ്ഞു പോയായിരുന്നേ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മീനിലൊക്കെ പുരട്ടത്തില്ലേ, അതുപോലെ തന്നെ ഈ വഴുതനങ്ങ തിരിച്ചും മറിച്ചു വിട്ട് അതെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കണേ. ഇതാ ഞാൻ അങ്ങനെ നല്ലതുപോലെ എല്ലാം പുരട്ടി വഴുതനങ്ങയോടെ റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് വഴുതനങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പെറുക്കി കമത്തി വെച്ച് കൊടുക്കണം. ആദ്യമേ കമത്തി വെച്ച് ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം. അതവിടെ നിന്ന് ഒരു വശം മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ പാവയ്ക്ക തീയൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് പാവയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞ് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കാം കേട്ടോ. ഒരു വശം മൂത്ത് വന്നപ്പോൾ ഞാൻ അത് തന്നെ തിരിച്ചും മറിച്ച് വിട്ട് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പാം. അടുത്തതായിട്ട് നമുക്ക് പാവയ്ക്ക തീയിൽ വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കാം. എന്നിട്ട് എണ്ണ മൂക്കുമ്പോഴത്തേക്ക് അതിൽ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്കയും സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാവയ്ക്ക് ഒന്ന് എളുപ്പം വാടി കിട്ടാൻ വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പാവയ്ക്ക് ഒന്ന് വാടി വന്നപ്പോൾ നല്ലൊരു പഴുത്ത തക്കാളി നമുക്ക് അതിലേക്ക് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് തവി വെച്ച് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ. പാവയ്ക്ക് അല്പം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മുളക് പൊടി ഒന്ന് ഇട്ട് നിന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിളക്കി അല്പം പിഴുപുളിയും കൂടി അതിനകത്തോട്ട് പിഴിഞ്ഞ് ചേർക്കണേ. ഞാൻ നേരത്തെ ഈ പിഴുപുളി എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണേ. അങ്ങനെ ഇവിടെ ഉച്ചയൂണിനുള്ള 2 വിഭവങ്ങളും ശരിയായിട്ടുണ്ട് കൂട്ടുകാരെ കേട്ടോ. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രുചിയുള്ള 2 വിഭവങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ആദ്യമായി ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.